ഇനി ഇത് ഞാൻ പതുക്കെ കൈ കൊടുക്കാൻ പോവാം. നല്ല ടേണിംഗ് ഒക്കെ ഉണ്ട്. നല്ല ഞാൻ ഈ ഹണ്ടർ 350 എടുക്കാൻ കാരണം ഒന്ന്, വലിയ ഇലക്ട്രോണിക്സ് ഒന്നും ഇല്ല, റിലാക്സ്ഡ് ആയിട്ട് ഡ്രൈവ് ചെയ്യാം. ഇനി എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് എളുപ്പം റെഡിയാക്കാവുന്നതാണ്. വലിയ കോംപ്ലിക്കേഷൻസും കണ്ടമാനം സെൻസറും അത് ഇതൊന്നും ഇല്ല. അതായത് സെൻസറില്ലെന്നല്ല, സെൻസറും കാര്യങ്ങളൊക്കെ കാണും, പക്ഷെ എന്നാലും ഒരു കണ്ടമാനം ഇലക്ട്രോണിക്സ് ഹെവി ആയിട്ടുള്ളൊരു ബൈക്കല്ല ഇത്. അപ്പം ഈ ബൈക്ക്, ഈ ഹണ്ടർ 350 ഞാനൊരു 6-7 മാസത്തിൽ കൂടുതലായി ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ലോങ് ടൈം റിവ്യൂ ആണ്. ഇത് കണ്ടോ, ഞാൻ അധികം ആക്സിലറേറ്റർ ഒന്നും കൊടുത്തിട്ടില്ല, സെക്കൻഡ് ഗിയറിലാണ്. കണ്ടോ, വളരെ റിലാക്സ്ഡ് ആയിട്ട് എൻജിനൊന്നും ഓഫ് ആകാതെ പോകുന്നുണ്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഫസ്റ്റിലോട്ട് ഇട്ടു, അതൊക്കെ റിലീസ് ചെയ്തു. ഇതിലും വളരെ സ്ലോ ആയിട്ട് ഓടിക്കാം. കണ്ടോ, വളരെ സ്ലോ ആയിട്ട് ഓടിക്കാം. ഇവിടെ നല്ല ലൈറ്റിംഗ് ഉണ്ട് ഫോട്ടോഗ്രാഫി എടുക്കാനായിട്ട്. ഇവിടെ ഇച്ചിരി പ്രായമായവരുണ്ട്, വേണേ ഒരു ഫോട്ടോയും കാര്യമൊക്കെ എടുക്കാൻ തോന്നുന്നു. അല്ല വേണ്ട, കുറച്ചും കൂടെ പോട്ടെ. നമുക്ക് നമ്മുടെ ശരിക്കുള്ള വീഡിയോയിലോട്ട് തിരിച്ചു തരാം. കൺട്രി സൈഡിൽ ബൈക്ക് ഓടിച്ചു പോവുക, ആ ഫീലിൽ. അപ്പം ഇതാണ് നമ്മുടെ നാട്ടിലൊക്കെ കൺട്രി സൈഡായത്. ആണോ, ഒരു വളഞ്ഞൊക്കെ റോഡ്, വീതി കുറഞ്ഞ റോഡ്. ഇതുവരെ ഒരു സൂപ്പർ ബൈക്കിൽ ആ അറ്റം മുതൽ ഈ അറ്റം വരെ 2 സൈഡും കാണാതെ ഓടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇങ്ങനെ പതുക്കെ കാറ്റൊക്കെ കൊണ്ട് സൈഡിൽ ഇതുണ്ടോ, സൂര്യനുമൊക്കെ കണ്ട്, വെട്ടമൊക്കെ കണ്ട്, ആൾക്കാരെയും വയലിൽ നിൽക്കുന്ന ആൾക്കാരെയും നാട്ടിൻപുറത്ത് ഉള്ള ആൾക്കാരെയും ചെറിയ ചായക്കടയും, ഇത് കണ്ടോ, ഒരു വെള്ളം, അതൊക്കെ കണ്ടിങ്ങനെ പതുക്കെ എൻജോയ് ചെയ്ത് റൈഡ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അപ്പം അതിനാണ് ഈ ഹണ്ടർ 350 അല്ലെ അതുപോലുള്ള ബൈക്സിൻ്റെ പ്രയോജനം. ഈ നാടിൻ്റെ ഗന്ധം നമുക്കൊന്ന് ആസ്വദിക്കാം. ഇത് എൻ്റെ ഡയലോഗല്ല, എൻ്റെ ഒരു കസിനുണ്ട്, കസിനല്ല എൻ്റെ റിലേറ്റീവ് തന്നെയാണ്. പുള്ളിക്കാരൻ ഞങ്ങളിങ്ങനെ ഓൾ ഇന്ത്യ പല സ്ഥലത്ത്, എനിക്കൊരു എക്കോസ്പോർട്ട് ഉണ്ട്, അത് പല സ്ഥലത്ത് പോകും. ചില ടൈം പുള്ളിയെ വിളിച്ചിട്ട് പോകും. പുള്ളി അവിടെ ഏതെങ്കിലും ഒരു പുതിയ ഗ്രാമത്തിലൊക്കെ, ഈ കർണാടകയിലൊക്കെ ഉള്ളിലെ ഗ്രാമത്തിലൊക്കെ എത്തുമ്പോൾ പുള്ളി പതുക്കെ ഇതിൻ്റെ വിൻഡോ താഴെലോട്ട് താക്കും. എന്നിട്ട് പുള്ളി അടിക്കുന്ന ഡയലോഗാണിത്, ഈ നാടിൻ്റെ ഗന്ധം ഒന്ന് ആസ്വദിക്കട്ടെ എന്നുള്ളത്. അപ്പോൾ നല്ല വേറെ അവിടുത്തെ നാട്ടിലെ പെൺപിള്ളേരും ഒക്കെ കാണും. പുള്ളി അതാണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ പുള്ളിയുടെ ഡയലോഗാണിത്. എൻഫീൽഡ് ഭയങ്കരമായി മുന്നേറിയിട്ടുണ്ട് ഈ 2 വീലർ മാർക്കറ്റിൽ. അതിന് ഏറ്റവും വലിയ ആധാരമാണ് ഇപ്പോൾ ലാസ്റ്റായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഗൊറില്ല 450 എന്ന് പറഞ്ഞ ബൈക്ക്. അപ്പം ഗൊറില്ല 450 എത്തിയത് ഹിമാലയൻ 450 വന്നതിന് ശേഷമാണ്. ഹിമാലയൻ 450 അവർ ഒരു എൻറ്റയർലി വേറെ പുതിയൊരു എൻജിൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഷാർപ്പ എൻജിന്. അപ്പം ആ എൻജിന് പിന്നെയും ഇവർ അഗ്രസീവായിട്ട് ഗൊറില്ല 450 ട്യൂൺ ചെയ്തിരിക്കുകയാണ്. അതായത് ഓൾമോസ്റ്റ് ഒരു സൂപ്പർ ബൈക്ക് പോലെ ആയത്. അതായത് ഒരുമാതിരി ഓടിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ളവരും ആ ഒരു ഫീൽഡ് ഓടിക്കാൻ അറിയാവുന്നവർക്കും ഹാൻഡിൽ ചെയ്യേണ്ട ഒരു ബൈക്കായി മാറിയിരിക്കുകയാണത്. അപ്പോൾ അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്ത് ഓടിക്കണം. അതായത് ഇച്ചിരി ഓവർ പവേർഡാണ്.
ഇപ്പം ഗൊറില്ല 450യെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഡ്യൂക്കൊക്കെ ആയിട്ടാണ് ഡയറക്റ്റ് കമ്പാരിസൺ വരുന്നത്, ഒരു ഹൈ റവ് ചെയ്ത് ഓടുന്ന ടൈപ്പ് ബൈക്കുകളിൽ. അപ്പം എൻ്റെർലി ഒരു റോയൽ എൻഫീൽഡിൻ്റെ ഒരു നോർമൽ ക്യാരക്ടർ ഉണ്ടല്ലോ, ഇത് മാറി ഒരു വേറൊരു ക്യാരക്ടറാണ് വന്നിരിക്കുന്നത്. ഇനി ഇത് ഞാൻ പതുക്കെ കൈ കൊടുക്കാൻ പോവാ. നല്ല ടേണിംഗ് ഒക്കെ ഉണ്ട്, നല്ല അപ്പം ഇതൊരു എൻ്റയർലി വേറെ ഒരു ലൈൻ ഓഫ് തിങ്കിങ്ങിലോട്ട് എൻഫീൽഡ് പോകാനും ഒരു രീതിയിലൊരു എക്സ്പെരിമെൻറ്റേഷനാണ് റോയൽ എൻഫീൽഡ് ചെയ്തത്. ഒന്നെങ്കിൽ സക്സസ് ആകാമായിരിക്കാം, അല്ലെങ്കിൽ ഫെയിലിയർ ആയിരിക്കാം. പക്ഷെ ഏതാണെങ്കിലും ഇതിങ്ങനെ ചെയ്തു, അത് സക്സസ്ഫുള്ളാണ്. അപ്പം അതിന് മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ ആ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാൻ ഉള്ള ലീഡ് ചെയ്ത് പോകാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത്, ഞാൻ പറയും 100-350 എന്ന് പറഞ്ഞ ബൈക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഇതിന് പല കാരണങ്ങളുണ്ട്. അപ്പം ഈ 100-350 എന്ന് പറയുന്നത് നോർമൽ റോയൽ എൻഫീൽഡിൻ്റെ ക്യാരക്ടർ വിട്ടിട്ട് ഹൈറ്റ് കുറഞ്ഞൊരു ബൈക്ക്, വീൽ ടു വീൽ ഡിസ്റ്റൻസ് കുറവാണ്. അപ്പോൾ സിറ്റിയിലൊക്കെ നമുക്ക് നല്ല നിമ്പിളൊക്കെ ചെയ്ത് ഓടിക്കാൻ പറ്റും. അതായത് FC ഒക്കെ ഓടിക്കുന്ന പോലെ നിമ്പിൾ ചെയ്ത് ഓടിക്കാൻ പറ്റും. പിന്നെ ടയറിൻ്റെ പ്രൊഫൈലാണ് ഇച്ചിരിയും കൂടെ വീതിയുണ്ട് ബാക്കിൻ്റെ ഒക്കെ. അപ്പം ചെറിയ രീതിയിലൊക്കെ ടേണിംഗ് ഒക്കെ എടുക്കാൻ പറ്റും, ആംഗിൾ ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ ചെയ്ത് ഇവർ ആ ബൈക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നാൽ എൻജിന് വലിയ മാറ്റമൊന്നുമില്ല, എൻജിൻ മറ്റേ 350 തന്നെയാണ്. പക്ഷേ ഇത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നല്ല അക്സെപ്റ്റൻസ് ആണ് ഇതിന് കിട്ടിയത്. നോർമലി ഇത് ഈ 100-350 എന്ന് പറഞ്ഞ ബൈക്ക്, അതായത് ഇപ്പം ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബൈക്ക് ഒരു അഗ്രസീവായിട്ട് ഓടിക്കാനല്ല ആൾക്കാർ വാങ്ങിക്കുന്നത്. അതായത് ഓൾറെഡി ഗ്യാരേജിൽ വേറെ പല ബൈക്കുകളുണ്ട്, കൺട്രി സൈഡിലോട്ടൊക്കെ ഒന്ന് വേറൊരു ഫീല്, വളരെ റിലാക്സ്ഡായിട്ട് റോഡിൻ്റെ അല്ലെങ്കിൽ റോഡിൻ്റെ ഇരുവശങ്ങളിലും നോക്കി അവിടുത്തെ ഓരോ നടക്കുന്ന കാര്യങ്ങളും നാച്ചുറലായിട്ടുള്ള സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ആളുകളെയൊക്കെ കണ്ട് ചിരിച്ച് അങ്ങനെ വളരെ റിലാക്സ്ഡായിട്ട് ഓടിക്കാനുള്ള ഒരു രീതിയിലുള്ളൊരു ബൈക്കാണ്. അതിനു വേണ്ടിയാണ് ആൾക്കാരത് വാങ്ങിച്ചത്. ഇച്ചിരി വളമുള്ള സ്ഥലമാണ്, അപ്പം അതിൻ്റെ ആയിട്ട് സൂക്ഷിക്കണം. ചെറിയ റോഡുമാണ്, വീതി കുറവാണ്. എൻ്റെ ബ്രേക്കൊക്കെ കണ്ടോ, നല്ല നല്ല പെർഫോമൻസ് ഉണ്ട്. ബൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ബൈറ്റൊന്നും ഇല്ല, എന്നാൽ ആവശ്യത്തിനുള്ള ബൈറ്റുണ്ട്. നമുക്ക് പിടിച്ചാൽ വലിയ കുഴപ്പമില്ലാതെ നിൽക്കും. പിന്നെ ABS കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അതിൻ്റെതായ സേഫ്റ്റിയും ഇതിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇൻ്റർനാഷണലായിട്ട് ഓട്ടോ വ്ളോഗ് ചെയ്യുന്ന പല ആൾക്കാരുടെയും അല്ലെ ഓട്ടോ എൻതൂസിയാസ് ആയിട്ടുള്ള എല്ലാവരെയും വീഡിയോസ് കാണുവാണെങ്കിൽ അവർ ഒരുപോലെ ഇതാണ് പറയുന്നത്. അതായത് ഇത് ഞാൻ അഗ്രസീവായിട്ട് ഓടിക്കാനല്ല ഈ ബൈക്ക്, എനിക്ക് ജസ്റ്റ് ഈ നേച്ചറും ഇതൊക്കെ എൻജോയ് ചെയ്ത് ഫീൽ ചെയ്ത് പോകാനാണ് ഞാൻ ഈ ബൈക്ക്. അപ്പം അവർക്ക് വേറെ സൂപ്പർ ബൈക്സും എല്ലാം ഉള്ളവരാണ് ഈ 100-350 വാങ്ങിയിരിക്കുന്നത്. അപ്പം അങ്ങനെ ഇവരൊരു പക്ഷേ അത് നിമ്പിൾ ചെയ്യാം, ജസ്റ്റ് ടൗണിൽ പെട്ടെന്ന് എടുത്തിട്ട് പോകാം, ഇതെല്ലാം നടക്കും. ഒരു ഡെയിലി ഡ്രൈവ് ബൈക്കായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്ത് അത് സക്സസ്ഫുൾ ആയപ്പോഴത്തേക്കും ഇവർക്ക് കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് ആയി. നമ്മൾ എന്തുകൊണ്ടൊരു സൂപ്പർ ബൈക്ക് കാറ്റഗറി അല്ലെ ഡ്യൂക്കിൻ്റെ ഒക്കെ ഒരു ആ കാറ്റഗറി ഒന്ന് മേഞ്ഞുകൂടാ, അതും കൂടെ നമുക്കൊന്ന് കൈവച്ച് നോക്കിയാലോ എന്നുള്ള ഇതിലാണ് ഈ ഷെർപ്പ എൻജിൻ വരുന്നതും. ഇത് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇതായിരിക്കാം അല്ലെ വേറെ എന്തെങ്കിലും ആയിരിക്കാം. പക്ഷേ ഒരു സ്റ്റെപ്പിൽ ഇങ്ങനെ കയറി പോകുന്ന പോലെ പല ലെവലിൽ അവരുടെ നോർമൽ ഒരു സക്സസ് ഫോർമുല ഉണ്ടല്ലോ, ഒരു റോയൽ എൻഫീൽഡിൻ്റെ
അതിൽ നിന്ന് വിട്ട് പല എക്സ്പെരിമെൻറ്റ്സ് ഇവർ ചെയ്യാനും അത് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അതുവഴി ആൾക്കാരുടെ എങ്ങനെയാണ് പെർസെപ്ഷൻ എന്നുള്ളതും അവരുടെ ഫീഡ്ബാക്കും എടുത്ത് അവരുടെ റെസ്പോൺസ് സെയിൽസ് വഴിയാണ് വരുന്നത്. സെയിൽസ് വഴി എടുത്ത് ഇത് ചെയ്യാനും ഹെൽപ്പ് ചെയ്തത് ഈ 100-350 ആണ്. ഞാനിപ്പം ഒന്നും കൂടെ ഒന്ന് കൈ കൊടുത്ത് കാണിച്ചാൽ ഇപ്പോൾ ഇതിനെ വണ്ടിയൊക്കെ കയറ്റുക ഉണ്ടോ. 350 cc ഉള്ളൂ, പക്ഷേ ഒരു കുഴപ്പമില്ല. നല്ല കൂളായിട്ട് കയറ്റി വിടാം. നല്ല രീതിയിൽ നല്ല ഫീൽ ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റും. കുറച്ചൊക്കെ ടേണിങ്ങും കാര്യങ്ങളും ഒക്കെ ഹാൻഡിൽ ചെയ്യും. ഇപ്പോൾ ഇതൊരു വളവ് വരിക ഉണ്ടോ. ഇപ്പം ഇത് എനിക്ക് ലോങ് ഞാൻ പോകാറുണ്ട്. കൂടുതൽ ട്രിവാൻഡ്രം, അതായത് കോട്ടയം ടു ട്രിവാൻഡ്രം ഒക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ്. പിന്നെ കോട്ടയം ടു ഇടുക്കി, മൂന്നാർ സൈഡും ഞാൻ പോകാറുണ്ട്. ഇതിലെനിക്ക് ആകെ ഒരു കുറവായിട്ട് കണ്ടിരുന്നത് സസ്പെൻഷനാണ്. പിന്നെ സീറ്റിങ്, ഈ സസ്പെൻഷൻ, പിന്നെ ഹാൻഡിലും ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഹാൻഡിലിന് ഞാൻ ഹാൻഡിൽ റൈസർ വെച്ച് ഒരു ആംഗിളും വെച്ചിട്ട് അത് റെഡിയാക്കി. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്. എനിക്കിപ്പോൾ നല്ല റിലാക്സ്ഡ് ആയിട്ട് എൻ്റെ അടുത്തോട്ട് തന്നെ ഹാൻഡിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒരു അപ്രൈറ്റ് പൊസിഷനിൽ നല്ലപോലെ ഇരുന്ന് ലീൻ ചെയ്യേണ്ട, ഫ്രണ്ടോട്ട് ലീൻ ചെയ്യാതെ ഓടിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ സീറ്റിങ് ഞാനൊന്നും ചെയ്തിട്ടില്ല. സീറ്റിങ് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒരു സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ട് സീറ്റുണ്ട്. ഫ്ലാറ്റ് ബെഞ്ച് സീറ്റാണ്. അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഒക്കെ ഇറങ്ങിയിരുന്ന് ഡ്രൈവ് ചെയ്യാൻ വലിയ ഇഷ്യൂസൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സസ്പെൻഷൻ ഞാൻ വേറൊന്നും ചെയ്തില്ല. ഇതേ ലെന്തും ഇതേ ലോഡ് കപ്പാസിറ്റിയും വരുന്ന വേറൊരു ബൈക്കിൻ്റെ സസ്പെൻഷൻ, അത് നൈട്രോ സസ്പെൻഷൻ എടുത്ത് വെക്കാമെന്ന് ഞാൻ അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് അതിനെക്കുറിച്ച് കുറച്ച് റിസർച്ചൊക്കെ ചെയ്ത് അങ്ങനെ പൾസറിൻ്റെ 220F എന്ന് പറഞ്ഞതിന് ഓൾമോസ്റ്റ് സിമിലർ ഇതേ സസ്പെൻഷൻ്റെ ലെന്തും ഓൾമോസ്റ്റ് സിമിലർ, അതായത് 5 to 10 kg ഡിഫറൻസ് കാണും. ലോഡ് കപ്പാസിറ്റി ഉണ്ട്. അപ്പം ഞാൻ അത് നേരെ റീപ്ലേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര മാസീവായിട്ടുള്ള ഡിഫറൻസാണ് സസ്പെൻഷന് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്കാണ് ഇപ്പോൾ ഈ ഓരോ കട്ടറിൽ ഇതിലൊക്കെ കയറുമ്പോൾ വളരെ കൂളായിട്ട് ഇത് കയറിപ്പോകുന്ന ഒരു ഇതുണ്ട്. ഇപ്പം ഈ കട്ടറിൽ കയറുക വൈബ്രേഷനൊന്നും അത്ര ഇല്ല. മറ്റേതായിരുന്നെങ്കിൽ ഒരു ചെറിയൊരു അടി കാണല്ലേ. ഇതിലങ്ങനെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. സസ്പെൻഷൻ മാറ്റിയതിൻ്റെ ആ ഒരു ഇതാണ്. ഇപ്പോൾ ഇതൊരു കണ്ടോ, ഒരു ചാട്ടോ ഇറക്കമൊക്കെ ഉണ്ട്, വളവും ഹാൻഡിൽ ചെയ്താണ്ടോ ബൈക്ക്, വലിയ കുഴപ്പമില്ല. ഇപ്പോൾ ഇത് നല്ല വളമാണ് വരുന്നത്. കാറൊക്കെ വരുന്നുണ്ട്, ബ്രേക്ക് ഇട്ട് ഇതാക്കി ഇനിയും വണ്ടി വരുന്നുണ്ട് അവിടുന്ന്. ഇവിടെ നല്ല ലൈറ്റുണ്ട്, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ചിലർ ഓൾ പർപ്പസ് എല്ലാത്തിനും കൂടെ ഒരൊറ്റ ബൈക്ക് എടുക്കുന്നവർ കാണും. എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ക്യാമറ തന്നെ DSLR അല്ലെങ്കിൽ മിറർലെസ് ആയിട്ടുള്ള ക്യാമറാസിലൊക്കെ ഇൻ്റർചേഞ്ചബിൾ ലെൻസ് ഉണ്ടെങ്കിൽ പല ലെൻസ് വാങ്ങിക്കും. ചിലരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു സൂം റേഞ്ചിലുള്ള ഇത്ര അപ്പർച്ചറിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നതും ഇത്ര സൂം ഒരു 28-200 സൂമിൽ അല്ലെ 17-300 ആ സൂം റേഞ്ചിലുള്ള ലെൻസ് മേടിക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ എല്ലാ പർപ്പസിനും ആ ലെൻസ് ഉപയോഗിക്കാം. എന്നാൽ അതിന് ഏറ്റവും ഒരു പർട്ടിക്കുലർ പർപ്പസിന് അത് ഏറ്റവും ബെസ്റ്റാണോ? അല്ല. അതുപോലെ തന്നെയാണ് ഈ ബൈക്കിൻ്റെ കാര്യം. അഡ്വഞ്ചർ ബൈക്ക് മേടിക്കാം, ഓഫ് റോഡ് കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം.
അല്ല സൂപ്പർ ബൈക്ക് എടുക്കാം, അത് അഗ്രസീവായിട്ട് ഓടിക്കാൻ അത് യൂസ് ചെയ്യാം, ടൂർ എടുക്കാം. അപ്പോൾ അതുപോലെ ഓൾറൗണ്ടറായിട്ടുള്ള ബൈക്കുകളുണ്ട്. ഇത് ഒരു ചെറിയ ഓൾറൗണ്ടറാണ്, എന്നാൽ ഒരു മോസ്റ്റ് ടുവേഡ്സ് ഇതുപോലെ കൺട്രി സൈഡിൽ റിലാക്സ് ചെയ്ത് ഓടിക്കേണ്ട ഒരു ബൈക്കാണ്. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു പുതിയ ബൈക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ, എൻ്റെ BSA എന്ന് പറഞ്ഞ 650cc ആണെങ്കിലും അത് ഇതുപോലെ ഒരു വേറൊരു ഫീൽ ചെയ്ത് ഓടിക്കുന്ന ഒരു ബൈക്കാണ്. അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് അറിയില്ല. അതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഫീൽ ചെയ്ത് ഓടിച്ചു പോകാവുന്ന ഒരു ബൈക്കാണ്. അപ്പോൾ ഈ ഒരു ബൈക്കിനൊരു മാർക്കറ്റുണ്ട്. നമ്മൾ ഇതുണ്ട്, ചങ്ങനാശ്ശേരി ആലപ്പുഴ ഹൈവേ എത്തി. ലോങ് ഒക്കെ പോകാൻ, ഹൈവേയിലൊക്കെ പോകാൻ ഈ ബൈക്ക് നല്ലതാണ് കേട്ടോ. ഒരു പെർഫോമൻസ് കാണിച്ചു തരാം വെന്റിൽ. തരക്കേടില്ലാത്ത പെർഫോമൻസ് ഇല്ലേ. കാരണം ഒരു ബേസിക് ആയിട്ടൊരു ഓൾറൗണ്ടറായിട്ട് എടുക്കാവുന്ന ഒരു ബൈക്കാണ് ഹണ്ടർ. പിന്നെ വിലയും ഇപ്പം എത്ര വിലയെന്ന് അറിയത്തില്ല, ഞാൻ എടുക്കുമ്പം 2.16 അങ്ങനെ കണ്ടായിരുന്നു. വലിയ കുഴപ്പമില്ലാത്തതാണ്. ഹോണ്ട ആണെങ്കിൽ ഒരു 60,000 റുപ്പീസ് കൂടുതലായിരുന്നു ഞാൻ എടുത്ത ടൈമിൽ. പിന്നെ എന്തോ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ എനിക്ക് തോന്നിയില്ല ഹോണ്ടയിൽ. ഇതിലാണ് എനിക്ക് കുറച്ചും കൂടെ ഒന്ന് എൻ്റെ ഒരു റൈഡിങ്ങുമായിട്ടൊന്ന് ഇതായത്. പക്ഷേ ടോപ്പ് സ്പീഡൊക്കെ ഇത് ശോകമാണ്. ഒരു 90 ഒക്കെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വയ്യ എന്ന് പറഞ്ഞേ സാധനം കയറത്തുള്ളൂ. പക്ഷേ ഒരു 90 വരെയൊക്കെ നല്ല രസത്തിൽ ഓടിക്കാം. ഒരു ബേസിക് നിങ്ങൾ കൂടുതൽ ബൈക്ക് വാങ്ങിക്കുന്നുണ്ട്, ഒരു ബേസിക്കായിട്ടൊരു ഓൾറൗണ്ടറായിട്ട് ആഡ് ചെയ്യാവുന്ന ഒരു ഗാരേജ് ബൈക്കാണിത്, ഈ ഹണ്ടർ 350 എന്നുള്ളത്. വരുന്ന വഴി കണ്ടതാണ്, അത് ഞാൻ തിരിച്ചിങ്ങോട്ട് ഡീറ്റൂർ ചെയ്ത്. ഒരു വെറൈറ്റി ആയിട്ടുണ്ട് ഈ സ്ഥലം കണ്ടിട്ട്. കയറി നോക്കാം എങ്ങനെയുണ്ട്.